الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين القيم وجعلنا به خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين. صدق الله مولانا العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യഥാവിധി പാലിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള സൂക്ഷ്മത ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണമേ എന്ന് പ്രത്യേകമായി വസീയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയിൽ നിന്നാണ് ആമുഖമായി പാരായണം ചെയ്ത ആയത്തുകൾ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾക്ക് നൽകിയ മഹാ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ, ഒന്ന് വെള്ളവും മറ്റൊന്ന് ഈ ഭൂമിക്ക് തണലേകി നിൽക്കുന്ന വൃക്ഷങ്ങളടക്കമുള്ള മുഴുവൻ സസ്യലതാദികളും. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ജീവനോപാധി എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഹാ അത്ഭുതമാക്കി മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും മാത്രമല്ല ഈ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിൻ്റെ ആധാരമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇവ രണ്ടിനെയും വലിയ അത്ഭുതകരമായ ഒന്ന് എന്ന നിലയിൽ വിശേഷിപ്പിച്ചത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ അവസാന സന്ദർഭത്തെയും മുഹൂർത്തത്തെയും കുറിച്ച് സൂചിപ്പിക്കുന്നിടത്ത്
വെള്ളത്തിൻ്റെ പ്രാധാന്യവും അതോടൊപ്പം സസ്യലതാദികളടക്കമുള്ള വൃക്ഷങ്ങൾക്ക് അവയുടെ നിലനിൽപ്പിൻ്റെ പ്രാധാന്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകമായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് കാണാം: നിങ്ങൾ ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിത്തണ്ടുണ്ട് എങ്കിൽ അത് കൊണ്ടുപോയി നിങ്ങൾ നടണം. എങ്കിൽ പിന്നെയും ഒരു യുഗം കൂടി ജീവിക്കാൻ ആവശ്യമായ ഒരു ഭൂമിയുടെ ജീവിതം അതിലൂടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉണർത്തുന്നത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരുപക്ഷെ ഒരു സമൂഹത്തിൽ ഒരു നായകന്, ഒരു നേതൃത്വത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രസക്തമായ ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനമാണ് എന്ന് നിങ്ങൾക്ക് സൂചന നൽകപ്പെടുന്നിടത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് ഇത്ര പ്രസക്തമായി ഓർമ്മപ്പെടുത്തിയ ഒരു വചനം ഒരുപക്ഷെ നമുക്ക് പ്രവാചക വചനങ്ങളിലല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ ചുറ്റും കാണുന്ന സസ്യലതാദികൾ അടക്കമുള്ള വൃക്ഷങ്ങൾ നിലനിൽക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹ സദ്യകളിൽ ഭക്ഷണം മാത്രം വിളമ്പി അതിൻ്റെ കൊഴുപ്പ് കാണിക്കേണ്ടതിനും അപ്പുറത്ത് പ്ലാവിൻ്റെ തൈകൾ വിതരണം ചെയ്ത ഒരു കഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ജീവിതാനുഭവത്തെക്കുറിച്ച് നമ്മൾ കേട്ടത് ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ സമൂഹത്തിൽ പരിസ്ഥിതിയെക്കുറിച്ചുള്ള മുദ്രാവാക്യങ്ങൾ അനുദിനം ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത് അപകടത്തിലാവുന്ന സന്ദർഭത്തിലാണ് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ഉണർത്തലുകൾ നമ്മളുണ്ടാവുന്നത്. വെള്ളം കുറയുമ്പോൾ വെള്ളം കുറച്ചുപയോഗിക്കണമെന്നും അതിശക്തമായി ഈ ഭൂമി തപിക്കുമ്പോൾ, ചൂടാകുമ്പോൾ മരത്തെക്കുറിച്ചുള്ള, തണൽ മരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എല്ലാ ദുരന്തങ്ങളും സംഭവിക്കുമ്പോഴാണ് ജാഗ്രതയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മിലേക്ക് കടന്നു വരുന്നത് എന്നത് വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. ലോകത്താകെയും മരം നശിപ്പിക്കപ്പെടുക വഴി ഉണ്ടായിത്തീർന്നിട്ടുള്ള ആഗോളതാപനത്തിൻ്റെ കെടുതികൾ പല സന്ദർഭങ്ങളിലും മനുഷ്യന്മാർ ചർച്ച ചെയ്യാറുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെ ഗ്ലോബൽ വാർമിംഗ് വലിയൊരു ഭീഷണിയായി മാറുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യൻ അടുത്ത 10, 20, 30 വർഷത്തിന് ശേഷം ഉണ്ടായിത്തീരുന്ന ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എത്ര ഭീതികരമാണ് എന്ന് അത്തരത്തിലുള്ള ആളുകളുടെ വിലയിരുത്തലുകളിൽ നിന്ന് നമ്മൾ പല സന്ദർഭങ്ങളിൽ കേൾക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് ആഫ്രിക്കൻ നഗരങ്ങളിൽ അതിൻ്റെ ഭൂമിയുടെ ഗർത്തങ്ങളിൽ, അതിൻ്റെ ഭൂമിയുടെ ഗർഭങ്ങളിൽ, ഇടങ്ങളിൽ വെള്ളം ഇല്ലാതായി പോകുന്നു എന്ന വാർത്ത കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ആഫ്രിക്കയിലെ മാത്രം പ്രശ്നമല്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രകൃതിയെ തകിടം മറിച്ചതിൻ്റെയും അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ അപകടം വരുത്തിയതിൻ്റെയും ഫലമായി കൃത്യസമയത്ത് നമുക്ക് വെള്ളം കിട്ടാതെ പോകുന്നതും അല്ലെങ്കിൽ ആവശ്യത്തേക്കാൾ കൂടുതൽ വെള്ളം നമുക്കുണ്ടാവുക വഴി ഉണ്ടാവുന്ന നാശങ്ങളുമൊക്കെ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എത്രയോ സുലഭമായി ജലത്താൽ സമ്പന്നമായി നിൽക്കുന്ന കേരളീയ പശ്ചാത്തലത്തിൽ പോലും വെള്ളത്തിൻ്റെ ദൗർലഭ്യത, അതിൻ്റെ ഭയാനകമായ ഒരു ഭാവിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന സൂചനയാണ് നമ്മുടെ ഈ പ്രദേശം, നമ്മുടെ ഭൂമി അതിത്രയധികം തപിക്കാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നത്. ഇന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ജില്ലയാണ് വന്നിരുന്നത് എങ്കിൽ ഇന്നത് മാറി. 8, 9, 10 ജില്ല ഒരുമിച്ച് ഒരേപോലെ ചൂടനുഭവിക്കുന്ന കാഴ്ചകൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ആയത്താണ്. ഫൈദാ സമിഅ്തും ബിദ്ദജ്ജാൽ, നിങ്ങൾ ദജ്ജാൽ വരുന്നു എന്ന് കേട്ടാൽ ഫൽയഗ്രിസ്ഹ, ഒരു ചെടിത്തണ്ടുണ്ട് എങ്കിൽ അതവൻ നട്ടുകൊള്ളട്ടെ. അല ഇന്ന ലിന്നാസി ഐഷൻ ബഅദഹു, ശേഷം പിന്നെയും ഒരു ജനതയ്ക്ക് ജീവിക്കാൻ നിങ്ങൾ നടുന്ന ചെടിത്തണ്ട് മതിയാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ആ ആയത്ത്, ആ വചനം നമ്മളൊന്ന്
നമ്മുടെ സമകാലിക ചൂടുകൊണ്ട് അനുഭവിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ കാലത്ത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. വല്ലാത്ത അത്ഭുതകരമായ പ്രസ്താവനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്നും യാത്രയായ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്നും വിട ചോദിച്ച മഹാനായ പണ്ഡിതൻ ഷേഖ് യൂസുഫ് അൽ ഖർളാവിയുടെ പരിസ്ഥിതി പഠനങ്ങൾ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. പരിസ്ഥിതിയെക്കുറിച്ച് ഇത്രയധികം വർത്തമാനങ്ങൾ വിശുദ്ധമായ ഖുർആനും ഹദീസും സംസാരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഷെയ്ഖ് ഖർളാവിയുടെ മനോഹരമായ ആ ഗ്രന്ഥം നമ്മളൊന്ന് പാരായണം ചെയ്താൽ മതിയാവും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പരിസ്ഥിതി സംബന്ധിയായ ചർച്ചകളുടെ ആരംഭം കുറിച്ചത് എന്ന് മനസ്സിലാക്കാൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രസ്താവനകൾ നടത്തിയ ഓരോ വചനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്കും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വർത്തമാനങ്ങൾ പറയാനുണ്ട് എന്നത് ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. അല്ലാഹു തആല തന്നെ പറയുന്നത്, ഈ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ, ആകാശത്ത് നിന്ന് നിങ്ങളുടെ മീതെ പെയ്യുന്ന മഴ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയാവുന്ന വെള്ളത്തിൻ്റെ ഒരു വൃത്തമുണ്ടായിത്തീരുകയും ആ വൃത്തം, അതായത് കടലിൽ നിന്നുമുണ്ടാവുന്ന ബാഷ്പീകരണങ്ങളിലൂടെ അത് മേഘപാളികളായി മാറുകയും പിന്നെ ആ മേഘപാളികളിൽ നിന്ന് നിങ്ങളിലേക്ക് പെയ്തിറങ്ങുന്ന ആ മഴ അത് പിന്നീട് ഭൂമിയുടെ അന്തർഭാഗത്ത് അതിൻ്റെ ഗർഭങ്ങളിലേക്ക് വെള്ളമുണ്ടാവുന്ന വിധം എത്തിച്ചേരുകയും ചെയ്യുന്ന അത്ഭുതകരമായ പ്രക്രിയയെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നിടത്ത് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, മനുഷ്യരെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ എന്നാണ്. വെള്ളമില്ലാതായിത്തീരുമ്പോൾ, ഭൂമി അതികഠിനമായി തപിക്കുമ്പോൾ മഴയെന്ന പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ എന്ന ഖുർആനിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഭൂമിയിലെ വെള്ളം എന്നത് ഭൂമിയുടെ ജീവനാണ് എന്നും ഭൂമിയുടെ ജീവൻ്റെ ആധാരമാണ് എന്നും വിശുദ്ധമായ ഖുർആൻ എത്രയോ ഇടങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ആ നിഅമത്തിനെ ഉപയോഗപ്പെടുത്തേണ്ട വിധം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, ഇതിൻ്റെ ഉപജ്ഞാതാവും ഇതിൻ്റെ ഉറവിടവും പടച്ചവനാണ് എന്ന് നിരന്തരമായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം മുഴുക്കയും ഒരു ഘടകമെന്ന പോലെ ഒരുമിച്ച് നിൽക്കുകയും പിന്നീട് ഒരുമിച്ച് നിന്നവ വിഘടിച്ചു പോയതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് ഖുർആൻ ഒരിക്കൽ പറയുന്നുണ്ട്. അല്ലാഹു തആല ആയത്ത് ചോദിക്കുന്നത് സത്യനിഷേധികൾ ആലോചിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ്. ഒന്നായിരുന്ന പ്രപഞ്ചത്തെ വിഘടിപ്പിച്ച നിന്റെ റബ്ബിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച്, കഴിവിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നത്. അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർള കാനതാ റതഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. ഈ ആകാശവും ഈ ഭൂമിയും ഒന്നായിരുന്നു. ഫഫതഖ്നാഹുമാ, അങ്ങനെ നാം അതിനെ വിഘടിപ്പിച്ചു, അതിനെ പലതാക്കി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് സയൻസിന് എത്താൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ തിയറി ബിഗ് ബാങ് തിയറി, വൻ വിസ്ഫോടന സിദ്ധാന്തം എന്ന പേരുള്ള തിയറിയാണ്. ഒരുപക്ഷെ ഇത് എവിടെ വെച്ചോ ശാസ്ത്രം അന്വേഷിച്ച് എവിടെയോ കണ്ടെത്തിയ നിഗമനമാണ്. ഇതിനേക്കാൾ വലിയ അന്വേഷണങ്ങൾക്കപ്പുറത്തേക്ക് ശാസ്ത്രം എത്തിയാൽ വൻ വിസ്ഫോടന സിദ്ധാന്തമല്ല, അതിൻ്റെ അപ്പുറത്ത് മറ്റെന്തോ ആണ് എന്ന് കണ്ടെത്താവുന്ന നിലയിൽ ഒരു അന്വേഷണങ്ങളുടെ ലോകമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സയൻസ്. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നു, സത്യനിഷേധികൾ പഠിക്കുന്നില്ലയോ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്. അന്നസ് സമാവാതി വൽ അർള്, ഈ ആകാശവും ഭൂമിയും കാനത്താ റത്ഖ, അത് രണ്ടും ഒട്ടിപ്പിടിച്ചതായിരുന്നു. ഫഫതഖ്നാഹുമാ, നാം അതിനെ വേർപെടുത്തിയതിനെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ആ ആലോചനയുടെ ആഴത്തെ കൊണ്ട് നിർത്തുന്ന ആയത്ത്, വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാകുന്നു എന്ന് അല്ലാഹു തആല പറയുകയാണ്. മനുഷ്യൻ്റെ മാത്രമല്ല, ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവനോപാധി എന്ന് പറയുന്നത്, ജീവൻ്റെ ആധാരമായി നിലനിൽക്കുന്നത് ജലമാണ് എന്ന ഓർമ്മ സൂര്യൻ കത്തിയെരിയുന്ന നാളുകളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലേക്കുണ്ടാവുന്ന ഓർമ്മയാണ്
അത് ഒരു ചിന്തയായി, ആലോചനയായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ രൂപാന്തരപ്പെടണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മേഘപാളികളിൽ നിന്ന് മഴ വർഷിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ ചോദിച്ച ചോദ്യം, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, മനുഷ്യരെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? വെള്ളത്തെക്കുറിച്ച് ഇതിനു മാത്രം ആലോചിക്കാനുണ്ടോ എന്നൊരു പക്ഷെ നമ്മൾ തന്നെ സ്വയം നമ്മളങ്ങനെ ശങ്കിക്കും. ആലോചന എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ഒരു ഇബാദത്ത് എന്ന നിലയിലാണ് വിശുദ്ധമായ ഖുർആൻ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ച് പോലും അനുഷ്ഠിക്കുന്നതിനും അപ്പുറത്ത് ആലോചനകളിൽ ഏർപ്പെടുന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ഇബാദത്താണ് എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ചിന്തിക്കുന്ന മനുഷ്യനാണ് അനുഷ്ഠാന മുറകളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യനേക്കാൾ പ്രധാനം എന്നത് വിശുദ്ധ ഖുർആൻ്റെ സൂചനയാണ്. ഒരു മിനിറ്റിലെ ചിന്ത, ഒരു നിമിഷത്തിലെ ചിന്ത, ഒരാൾ ഒരു മിനിറ്റിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അയാൾ നേടിയെടുക്കുന്ന ചിന്താപരമായിട്ടുള്ള മേന്മ എന്ന് പറയുന്നത് 1000 വട്ടമിരുന്ന് നമസ്കാരത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ പ്രധാനമാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ, ചിന്തയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ നിരന്തരമായി ഉന്നയിക്കുന്ന ചോദ്യം മഴയെക്കുറിച്ച്, നിങ്ങൾക്കിറങ്ങിത്തരുന്ന ഫലങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തോട്ടങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന, അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ മണ്ഡലങ്ങളെക്കുറിച്ച് മനുഷ്യരെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് നിരന്തരമായി ഖുർആൻ അത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ എന്ന് പറയുമ്പോഴും അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ആയാത്തുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലയോ എന്നുകൂടി ചേർത്തിട്ടാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. മഴവെള്ളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് റബ്ബിനെ ഓർമ്മ വരും. നിങ്ങളുടെ തോട്ടങ്ങളിൽ ഉണ്ടായി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ ഓർമ്മ വരും. ആ നിലയിൽ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് വിശുദ്ധ ഖുർആൻ്റെ ചോദ്യം. നിങ്ങൾ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിശക്തമായ ചൂടുണ്ടാവുമ്പോൾ, അതിനേക്കാൾ കഠോരമായി തണുപ്പുണ്ടാവുമ്പോൾ ആ വ്യതിയാനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലയിൽ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ പടച്ചവനിലേക്ക് കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും ആളുകൾ ഖുത്ബയിൽ പറയാറുള്ളത്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംഭവ ലോകത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വർഗ നരക തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് വർത്തമാനം പറയും. കാലാവസ്ഥ വരുമ്പോൾ, കാലാവസ്ഥയിലുള്ള വ്യതിയാനം വരുമ്പോൾ നരകത്തിലെ ചൂടിനെക്കുറിച്ചും സിറാത്തിലെ കടന്നുപോക്കിനെക്കുറിച്ചും ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ പറയാറുണ്ട്. അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടിടത്ത് വലിയ അപകടങ്ങൾ നമ്മൾ വരുത്തി വയ്ക്കുന്നത് കൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് തൽക്കാലം കഴിച്ചിലാകാം എന്ന ആലോചനയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ. അള്ളാഹുവെ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന ബോധ്യത്തിലെത്തുകയും പ്രപഞ്ചത്തിൻ്റെ ഈ അത്ഭുതകരമായ സൃഷ്ടി നടത്തിയിട്ടുള്ള റബ്ബ് എൻ്റെ ജീവനും ജീവിതത്തിനും നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യം ഞാനിതാ പൂർത്തീകരിക്കുന്നു ഈ ആയത്തുകളിലൂടെ എന്നൊരു മനുഷ്യന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ ഈ ആകാശങ്ങളും ഭൂമിയും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, നിന്നെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഉപാധിയായിട്ടാണല്ലോ നീ സൃഷ്ടിച്ചത് എന്ന തിരിച്ചറിവിലേക്ക് മനുഷ്യനെത്തുക. സൂറത്ത് ആൽ ഇംറാനിലെ അവസാനത്തെ ഒരു ആയത്തുണ്ട്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദ. അള്ളാഹുവിനെ ഓർമ്മ വരുന്ന, പ്രപഞ്ചത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ പടച്ചവനെക്കുറിച്ച് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓർമ്മ വരുന്ന മനുഷ്യർ എന്ന ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ അവസാനത്തെ ആയത്താണ്. ആയത്തിൻ്റെ അവസാനത്തിൽ മനുഷ്യൻ കൂടുതൽ ചിന്തിക്കുമ്പോൾ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ നീ ഇത് വെറുതെ ഒന്നും സൃഷ്ടിച്ചതല്ല, അതിശയകരമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളടക്കം നീയാകുന്നു എന്ന പരമബോധ്യത്തിലേക്ക് ഒരാൾ എത്താൻ വേണ്ടിയാണ് മനുഷ്യരെ നിങ്ങൾ മഴവെള്ളത്തെക്കുറിച്ച് ചിന്തിക്കണം, ചൂട് വരുമ്പോൾ എങ്ങനെ ആ ചൂടുണ്ടായി എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഈ ആയത്തിറങ്ങുന്ന ഒരു സന്ദർഭമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ ആയത്തിറങ്ങിയ രാത്രിയിൽ ഉറങ്ങിയിട്ടേയില്ല എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തന്നെ പറയുന്നു, സൂറത്ത് ആൽ ഇംറാനിലെ ഈ ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് ഉറക്കം വന്നില്ല.
ബിലാൽ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, വരാനുള്ളതും കഴിഞ്ഞതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട താങ്കൾ ഈ ആയത്തിറങ്ങിയ രാത്രിയിൽ ഇത്രമേൽ സുജൂദിലായി അനുഷ്ഠാനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് ഉറക്കം പോലും നഷ്ടപ്പെടുത്തുമാറ് താങ്കൾ എന്തുകൊണ്ടാണ് നബിയെ ഉറങ്ങാത്തത് എന്ന് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു റസൂലിനോട് ചോദിക്കുമ്പോൾ മഹാനായ റസൂൽ പറഞ്ഞ മറുപടി, ബിലാൽ, അതിമനോഹരവും ചിന്തോദ്ദീപകവുമായ ഒരു ആയത്താണ് ഇന്നത്തെ രാത്രിയിൽ അള്ളാഹു എനിക്ക് സമ്മാനമായി നൽകിയത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലിൻ്റെ വ്യതിയാനങ്ങളിൽ ചിന്തിക്കുന്ന ആളുകൾക്ക്, ബുദ്ധിമാന്മാർക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന ആയത്തിനേക്കാൾ മനോഹരമായ ഒരായത്തും ഈ രാവിലെ എനിക്ക് അവതരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നത് ചിന്തയ്ക്ക് ഇബാദത്തിനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ചിന്തകളിൽ അതിപ്രധാനമാണ് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ എന്ന ചിന്ത. ആ വെള്ളം മേഘവാളികളിൽ നിന്ന് നിങ്ങളിലേക്ക് ഇറക്കിത്തരുന്നത് ആരാണ്? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അതോ നമ്മളാണോ? സൂറത്തുൽ വാഖയിലെ അതിപ്രധാനമായ ചോദ്യങ്ങളിലൊന്നാണ്. കൃഷിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ കൃഷി നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ? മനുഷ്യൻ എത്രമേൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്ന പണിയേക്കാൾ വലുതായി നിൽക്കുന്ന റബ്ബിൻ്റെ പണി എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല മഴയെക്കുറിച്ച് നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മലിനമായ വെള്ളത്തെ എങ്ങനെയെങ്കിലും ഒഴുക്കി വിടാൻ വേണ്ടി പല പണികളും നമ്മൾ ചെയ്യാറുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നു, മലിനമായ ഈ ജലത്തെ ശുദ്ധമായി തെളിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? മനുഷ്യൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ത് എന്ന് ചോദിച്ചാൽ അത് മാലിന്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് മറുപടി പറയാൻ കഴിയും. ജലം മലിനമാകുന്നു, ജലം ഭൂമിയുടെ ഗർഭങ്ങളിൽ നിന്ന് ഇല്ലാതെ പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ മാത്രം മനുഷ്യൻ നിസ്സഹായനാണ്. ആ ഇടത്ത് മനുഷ്യരെ, വെള്ളത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്തൊക്കെ റസൂൽ പറഞ്ഞ ഹദീസുകൾ പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇബാദത്താകുന്ന വുളൂഇൻ്റെ കാര്യത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വെള്ളവുമായി ഇടപെടുന്നിടത്ത് നമ്മുടെ നിലപാട് എന്താണ്? നമ്മളിങ്ങനെ വെള്ളം കണ്ടാൽ വല്ലാതെ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ഈ വെള്ളത്തെക്കുറിച്ചുള്ള ചിന്തയില്ലായ്മയാണ് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയൊരു അപകടകമായി നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യമായി ഖിയാമത്ത് നാളിൽ ഹിസാബ് ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചാണ് എന്ന് ഹദീസ് വന്നതുപോലെ തന്നെ പടച്ചതമ്പുരാൻ അനുഗ്രഹങ്ങളെ എണ്ണി നിരത്തി ചോദിക്കുമ്പോൾ, അലം നുശ്രിബുക ബാഅൻ ബാരിദ, നിനക്ക് നല്ല സംശുദ്ധമായ ശുദ്ധജലം, നല്ല തണുത്ത വെള്ളം ഞാൻ നിനക്ക് കുടിപ്പിച്ചില്ലേ എന്ന ചോദ്യവും കൂടി നമസ്കാരത്തോടൊപ്പം ഹിസാബിൻ്റെ വേളയിൽ മനുഷ്യൻ നേരിടേണ്ട ചോദ്യങ്ങളിൽ അതിപ്രധാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ എങ്ങനെ എന്നതിലേക്കുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ച് മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കുപ്പിയിൽ അരഭാഗം വെള്ളവുമായി ആളുകൾ അവരുടെ ആവശ്യപൂർത്തീകരണത്തിന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എത്ര എന്നതിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. ഒരു വുളൂഇന് ഒരു ടാങ്ക് വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് പൊതുവെ നമ്മൾ മലയാളികളായ നമ്മൾ. ഒരു വുളൂഇന് ഒരല്പം വെള്ളം, അതായത് ഒരു കൈക്കുടന്ന വെള്ളം കൊണ്ട് വുളൂ ചെയ്തിട്ട് വുളൂഇൻ്റെ സമ്പൂർണ്ണമായ സ്വഭാവത്തെ പൂർത്തീകരിച്ചുകൊണ്ട് എൻ്റെ വുളൂ പോലെ നിങ്ങൾ വുളൂ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകൾ കണ്ടാൽ അത്ഭുതം തോന്നും. ഒരു കൈക്കുടന്ന വെള്ളം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വുളൂഇനെ സമ്പൂർണ്ണമാക്കി സഹാബാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരല്പം കുപ്പിയിൽ വെള്ളമെടുത്തിട്ട് അതുകൊണ്ട് വുളൂ എടുക്കുക. നമ്മൾ വിചാരിക്കുന്നത് പൈപ്പ് വളരെ മനോഹരമായി തുറന്നു വെച്ചിട്ട്
അതിലെ വെള്ളം ഇങ്ങനെ താഴേക്കിറങ്ങുന്നതിൻ്റെ ആനന്ദം കൊണ്ട് കുറേ സമയം മുടിയും ചീകി അല്പം വസ്ത്രമൊക്കെ കയറ്റിവെച്ചിട്ട് പൈപ്പ് തുറന്നു വെച്ചിട്ട് ആ വെള്ളം ഒഴുകിപ്പോകുന്നത് കണ്ട് ആനന്ദിക്കുകയും എന്നിട്ട് പതുക്കെ വസ്വാസ് കൊണ്ട് വളരെ പയ്യെ കൈ അതിലേക്കിട്ട് പിന്നെ ആ കൈ ഇങ്ങനെ നിരന്തരം മറിച്ചും തിരിച്ചും നമ്മൾ കഴുകി വളരെ പതുക്കെ വെള്ളം കയ്യിലെടുത്ത് അങ്ങനെ വായ കൊപ്പിളിച്ച് തല തടകി ഇത് കുളിച്ചതാണോ അതല്ല വുളൂയിൽ അല്പം തടവേണ്ടതാണോ എന്ന് പോലും നിശ്ചയമില്ലാതെ വുളൂ എടുത്തു കഴിയുമ്പോൾ മൊത്തത്തിൽ നന്നായി ഒന്ന് വെള്ളം കൊണ്ട് കോരിക്കുളിച്ച പ്രതീതി വരുത്തി ഇതാണ് വുളൂഇൻ്റെ സമ്പൂർണ്ണതയെന്ന് ധരിച്ചിരിക്കുന്ന നമ്മളോടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാം, ഒരു സാഅ് വെള്ളം കൊണ്ട് അവിടുന്ന് വുളൂഇൻ്റെ സമ്പൂർണ്ണതയെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തുവെന്ന്. പ്രവാചകന്റെ സമ്പൂർണ്ണ വുളൂഇനെ കുറിച്ച് പറയുന്ന ഒരു അറബി ശകലമുണ്ട്. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് കൈഫ തഹൂർ ഫദഅ ബിമാഇൻ ഫീ ഇനാഇൻ ഫഗസല കഫൈഹി സലാസൻ സുമ്മ ഗസല വജ്ഹഹു സലാസൻ സുമ്മ ഗസല ദിറാഇഹി സലാസൻ സുമ്മ മസഹ ബിറഅസിഹി സലാസൻ സുമ്മ ഗസല ദിറാഇഹി സലാസൻ സുമ്മ മസഹ ബിറഅസിഹി ഫഅദ്ഖല ഇസ്ബഅൈഹി സബ്ബാഹതൈനി ഫീ ഉദ്നൈഹി. ഹദീസുകൾ വിശദമായ നിലയിൽ അതിൻ്റെ അർത്ഥസഹിതം പറയണമെന്നുണ്ട്. പ്രവാചകൻ 3 പ്രാവശ്യം അവയവങ്ങൾ 3 പ്രാവശ്യം ഓരോ അവയവങ്ങളും കഴുകിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇതിനേക്കാൾ അല്പം ആരെങ്കിലും കൂട്ടിയാലും ഇതിനേക്കാൾ ആരെങ്കിലും അല്പം കുറച്ചാലും ഫഇന്നഹു അസാഅ വഅദ്ലമ, അവനൊരു പാപം ചെയ്തു എന്ന് മാത്രമല്ല വെള്ളമെന്ന മഹാ അനുഗ്രഹത്തോട് അതിക്രമം ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അസാഅ വഅദ്ലമ, അവൻ അതിക്രമം ചെയ്തു. വുളൂഇൽ വല്ലാതെ ദൂർത്ത് കാണിക്കുന്ന സഹാബിയുടെ അടുക്കലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുമ്പോൾ മാഹാദ സറഫു യാ സഅദ്, അല്ലയോ സഅദേ ഇതെന്തൊരു ദൂർത്താണ് സഅദേ എന്ന് സഅദിനോട് ചോദിക്കുമ്പോൾ സഅദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്ഭുതത്തോടു കൂടി അള്ളാഹിൻ്റെ റസൂലെ അഫിൽ വുളൂഇ സറഫുൻ, വുളൂഇലും ദൂർത്തോ നബിയെ എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന നമ്മുടെ മാനസികാവസ്ഥയുള്ള സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലിൻ്റെ മറുപടി, താങ്കൾ നദിക്കരയിൽ നിന്നാണ് വുളൂ ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ സൂക്ഷ്മത പുലർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വെള്ളത്തെക്കുറിച്ചാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. ആ വെള്ളം നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് ഞാനാണോ അതല്ല നിങ്ങളാണോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കിടക്കപ്പായുടെ സമീപത്ത് സൂക്ഷിച്ചിരുന്ന ഒരേ ഒരു വസ്തുവുണ്ട് എങ്കിൽ അത് തനിക്ക് ശുദ്ധീകരണത്തിലുള്ള വെള്ളമായിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. തൻ്റെ സഹാബികൾ ആരെങ്കിലും വരുമ്പോൾ മുഖം മിനുക്കാനും മുഖമൊന്ന് കഴുകി ശുദ്ധീകരിക്കാനും ശരീരത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്കും തൻ്റെ കിടക്കപ്പായുടെ ചുവട്ടിൽ സൂക്ഷിച്ചിരുന്ന ഒരേ ഒരു വസ്തു, അത്ര മൂല്യത്തോടുകൂടി പ്രവാചകൻ കണ്ടിരുന്ന ഏറ്റവും വലിയ വസ്തു അത് വെള്ളമായിരുന്നു. നമ്മുടെ തലയുടെയും നമ്മുടെ വീടിൻ്റെ വാർക്കയുടെയും പുറത്ത് ടാങ്ക് കൊണ്ടുവച്ചതുകൊണ്ട് അതിനെ നമ്മൾ വെളിയിലേക്ക് ഇറക്കി വെച്ചതുകൊണ്ട് അതിനത്രമേൽ പ്രാധാന്യമേ നമ്മൾ കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് റസൂല് തലയുടെ സമീപത്ത് വെച്ച സാധനം നമ്മൾ വാർക്കപ്പുറത്തേക്ക് അത് മാറ്റിയത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ വളരെ നിസ്സാരമായ നിലയിൽ നമ്മൾ വെള്ളത്തോടുള്ള സമീപനം നമ്മൾ പുലർത്തുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് വെള്ളത്തോടുള്ള ഇടപെടലും അതിൻ്റെ ഉപയോഗത്തിലുള്ള ക്രമീകരണ സ്വഭാവവും റസൂൽ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നത്. മനുഷ്യജീവിതത്തിൽ അതിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ്. വെള്ളം, മരം, മരത്തിൻ്റെ തണൽ, സൂറത്തുൽ വാഖിയയിലെ ആമുഖമായി ഓതിയ 2 ആയത്തുകളിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെള്ളത്തെയും മരത്തെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഈ ചൂടുകാലത്ത് നമ്മൾ പഠിക്കേണ്ടുന്ന ചില പാഠങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരാൾ ഒരു മരം വെറുതെ നട്ടു, ആ നട്ട മരത്തിൽ നിന്ന് അതിനുശേഷം അതിൻ്റെ ഫലം മനുഷ്യർ തന്നെ പറിച്ചു കൊണ്ടുപോവുകയോ കിളികൾ കൊത്തുകൊണ്ടുപോവുകയോ ചെയ്താൽ അയാൾക്കത് കിട്ടുന്ന നിരന്തരമായ സദക്കയുടെ കൂലിയാകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മരം നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇത്രമേൽ വാചാലമായ ഒരു മനുഷ്യനും ലോകത്തുണ്ടായിട്ടില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ.
നിങ്ങളൊരു മുഅ്മിനായ മനുഷ്യനെ സഹായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പ്രധാനമായി സഹായിക്കേണ്ടുന്നത്. ഒന്ന് വെള്ളമാണ്, മറ്റൊന്ന് മരമാണ്, മരത്തിൻ്റെ തണലാണ്. അത് ആസ്വദിക്കാൻ കഴിയുന്ന ഏത് ജീവൻ്റെയും ജീവിതത്തിൻ്റെയും നൽകുന്ന ഒരു സദഖയായി അത് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വെള്ളവും തണൽ മരവും സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. മരം എന്നാൽ അത് തന്നെയും നമുക്ക് ലഭ്യമാകുന്നത് വെള്ളത്തോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ മുഴുവൻ അർത്ഥത്തിലുമുള്ള അതിൻ്റെ ശക്തിവിശേഷമായി നിൽക്കുന്ന അതിൻ്റെ താപം അത് ഭൂമിയിലേക്ക് തരുന്നത്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്നത്, ഭൂമിയുടെ അന്നം ഭൂമിയിലേക്ക് വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഈ വെള്ളവും ഈ മരവും കൊണ്ടാണ്. വെള്ളവും മരവും ഈ ഭൂമിയുടെ അന്നത്തിൻ്റെ ലഭ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു തആല തന്നെ പറയുന്നുണ്ടല്ലോ സൂറത്ത് യാസീനിൽ, അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. ഹരിതമരത്തിൽ നിന്ന്, ഹരിതവൃക്ഷത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ്റെ ചോദ്യം. എന്താണ് ഈ തീയും മരവും തമ്മിലുള്ള ബന്ധം എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. നിങ്ങൾ കത്തിക്കുന്ന ഈ തീയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിയിൽ അതേപോലെ ചോദിക്കുന്നുണ്ട്. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. നിങ്ങൾ മരത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? അതിൻ്റെ പച്ചമരത്തെ സൃഷ്ടിച്ചത് ഞാനാണോ അതല്ല നിങ്ങളാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ഭൂമിയിലെ എല്ലാ മരവും അഗ്നിയുടെ അടുക്കളയാണ് എന്ന് തിരിച്ചറിയുകയും ആ നിലയിൽ അത് നട്ടുവളർത്താനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ ഭൂമിക്ക് ജീവിക്കാൻ കഴിയുന്നത്, ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. അതായത് ഹരിതകണങ്ങളുള്ള, ക്ലോറോഫിലുള്ള ഹരിതകണങ്ങളുള്ള മരത്തിൽ മാത്രമേ, സസ്യലതാദികളിൽ മാത്രമേ ഈ ഭൂമിക്ക് ഊർജം നൽകുന്ന സൂര്യൻ്റെ താപത്തെ, ചൂടിനെ ആഗിരണം ചെയ്തു കൊണ്ടുവന്ന് അതിൻ്റെ പ്രകാശ സംശ്ലേഷണം എന്ന വലിയ പ്രക്രിയ നടത്തി മനുഷ്യനും ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അന്നജം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകൂ എന്നിടത്താണ് വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആരാണ് ഭൂമിയുടെ ഈ വൃക്ഷങ്ങൾ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കുന്നത് എന്ന ചോദ്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് കൃത്യമായി മറുപടി പറയേണ്ടുന്ന ഒരു വലിയ ചിന്തയായി നമ്മളിലേക്ക് രൂപപ്പെടണമെന്നതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത് പറയുന്നത്. പച്ചമരത്തിൽ നിന്നും തീ തന്നവനാണ് അള്ളാഹു എന്ന് പടച്ചവൻ പറയുകയാണ്. അൽ ഖളിർ എന്ന പദത്തിന് അറബിയിൽ അതിൻ്റെ അർത്ഥം പരിശോധിച്ചാൽ കാണാം, ക്ലോറോഫിൽ, ഹരിത കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഹരിതകണമടങ്ങിയിട്ടുള്ള സസ്യലതാദികളിൽ, വൃക്ഷങ്ങളിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുള്ളൂ. ആ പ്രകാശ സംശ്ലേഷണമാണ് ഭൂമിയുടെ അന്നത്തിൻ്റെ ദാതാവ് ആ മരമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അഥവാ മരവും വെള്ളവും കൂടാതെ ഈ ഭൂമിക്ക് നിലനിൽപ്പ് സാധ്യമേയല്ല എന്ന് ചൂടുകാലത്ത്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത് എങ്കിലും മനുഷ്യൻ ആലോചിക്കേണ്ടതുണ്ട്. വെള്ളത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ ഇനിയുമുണ്ട്. സർവദാ ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ സദഖ വെള്ളമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ജൂതൻ മദീനയിൽ കടുത്ത വേനൽക്കാലത്ത് ആളുകൾക്ക് വെള്ളം ലഭ്യമാകാതെ വന്നപ്പോൾ ആ ജൂതൻ തൻ്റെ കിണറ്റിൽ നിന്ന് ആളുകൾക്ക് വെള്ളം വിൽക്കുകയാണ്. ആളുകളെ ക്യൂ നിന്നുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് പൈസ കൊടുത്ത് വെള്ളം വാങ്ങുന്ന ഒരവസ്ഥയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റോമാൻ്റെ കിണർ ആരെങ്കിലും വാങ്ങി മനുഷ്യന്മാർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ അവർക്ക് സ്വർഗമുണ്ട്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് റോമാൻ്റെ അടുക്കൽ പോയി ആ കിണറിന് വിലപേശുകയാണ്. റോമാൻ അതിൻ്റെ അങ്ങേയറ്റത്തെ വില പറഞ്ഞു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ വില അംഗീകരിച്ചുകൊണ്ട് കിണറിൻ്റെ പകുതി ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനും അടുത്ത ദിവസം റോമാനും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ കച്ചവടം നടത്തി. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഊഴം വരുന്ന ദിവസം മഹാനായ ഉസ്മാൻ മദീനാവാസികൾക്ക് മുഴുവൻ ആ കിണർ തുറന്നു കൊടുത്തു വെള്ളം കുടിക്കാൻ വേണ്ടി. റോമാൻ്റെ ഊഴത്തിന് ഒരു മനുഷ്യരും വരുന്നില്ല. വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട അവസ്ഥയില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും റോമാൻ്റെ വെള്ളക്കച്ചവടം പൂട്ടിപ്പോയി. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാനോട് റോമാൻ പറഞ്ഞു,
താങ്കളുടെ ഊഴത്തിൻ്റെ ദിവസമാണ് ആളുകൾ വെള്ളം ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നത്, എനിക്കതുകൊണ്ട് വിൽപ്പന നടക്കുന്നില്ല, താങ്കൾ പകുതി കൂടി വാങ്ങിക്കൊള്ളൂ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, തൽക്കാലം എനിക്കതിൻ്റെ ആവശ്യമില്ല, ആളുകൾക്ക് എൻ്റെ ഊഴത്തിൻ്റെ ദിവസം മാന്യമായി വെള്ളം ഉപയോഗിക്കാനുള്ള അത്രയധികം വിശാലത കിട്ടുന്നുണ്ട്, ഇനി എനിക്ക് അതിൻ്റെ പകുതി ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളം അതിനെ കൊള്ള നടത്താൻ കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭമാണിത്. വെള്ളക്കച്ചവടം നടത്താമോ പാടില്ലയോ എന്നതിൻ്റെ മസ്അലയ്ക്കും അപ്പുറത്ത് വളരെ കൃത്യമായി വെള്ളത്തെ അത് സദഖ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മുഹൂർത്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വെള്ളത്തെ സൗജന്യമായി സദഖയായി നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു അമല് എന്ന നിലയിൽ അതിൻ്റെ ഏറ്റവും ആവശ്യമുള്ള സന്ദർഭത്തിൽ അത് ചെയ്യൽ വലിയ പുണ്യകരമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാളുടെ വസ്തു അയാൾക്ക് വിൽക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് സദഖ ചെയ്യൽ ഏറ്റവും ആവശ്യമാവുന്ന സന്ദർഭത്തിൽ വെള്ളം നൽകൽ പുണ്യകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി സന്ദർഭങ്ങൾ കാണാം. എൻ്റെ ഉമ്മ മരണപ്പെട്ടു നബിയെ, എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പുണ്യപ്രവൃത്തി ഏതാണ് എന്ന് ഹബീബായ റസൂലിനോട് ചോദിക്കുമ്പോൾ റസൂൽ പറഞ്ഞത് ഒരു കിണർ കുഴിച്ചു കൊടുക്കലാണ് എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇമാം ഹസൻ അൽ ബസ്രിയുടെ അടുക്കൽ ഒരിക്കലും പൊറുക്കാത്ത മുറിവിനെക്കുറിച്ച് പരാതി പറഞ്ഞ മനുഷ്യനോട് താങ്കൾ കിണർ കുത്തിക്കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിവ് മാറിപ്പോയി എന്ന് ചരിത്രത്തിൽ അനുഭവം കൊണ്ട് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയത് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ പ്രോത്സാഹിപ്പിച്ച, അത്രമേൽ പ്രാധാന്യം നൽകിയ വെള്ളത്തെക്കുറിച്ചുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ വലിയ ചിന്തകൾ ഈ ചൂടുകാലത്ത് നമ്മൾ ഉണ്ടാവേണ്ടതുണ്ട്. ചൂട് വരുമ്പോൾ പരലോകത്തെ ഓർക്കണോ, ചൂട് വരുമ്പോൾ ഖബറിൽ ചൂടോർക്കണോ, ഹിസാബിൻ്റെ ചൂടോർക്കണോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ ഓർമ്മ വരണമെങ്കിൽ വെള്ളത്തിൻ്റെ ഉപയോഗത്തിൽ ഈ പ്രകൃതിയോട് കാണിക്കുന്ന അസന്തുലിതമായ ഇടപെടലുകളുടെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾക്ക് ശേഷം മാത്രം നമ്മൾ പരലോകത്തെ ചൂടിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മതി എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീൻ പറയുന്ന ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്. നായയ്ക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് അഭിസാരികയായ ഒരു പെണ്ണ് എന്ന് മാത്രമല്ല, അവർ അഭിസാരികയായിട്ട് കൂടി അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും സ്വർഗലബ്ധിക്കും കാരണമായത് ഒരു വെള്ളം കൊടുത്തതാണ് എന്ന്, അതും ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എത്രമേൽ പ്രാധാന്യം ഈ വെള്ളത്തിൻ്റെ ദാനത്തിനുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വെള്ളത്തെ പരിഗണിക്കുന്നതിന്, മറ്റുള്ളവർക്ക് അത് വകവെച്ച് കൊടുക്കുന്നതിന് ഒരാൾ സന്നദ്ധനായാൽ അയാൾക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗമാണ് എന്ന് റസൂൽ എത്രയോ തവണയാണിത് പറഞ്ഞത്. അവസാനമായി ഒന്ന് പറയട്ടെ, ജലസേചന പദ്ധതികൾ കൊണ്ട് സമ്പന്നമായ ഒരു നാടായിരുന്നു വിശുദ്ധ ഖുർആൻ പരാമർശിച്ച സബഅ്. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശുദ്ധമായ ഖുർആൻ ആദ്യമായി വിശേഷിപ്പിച്ച ഒരു സ്ഥലമുണ്ട് എങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്, ബൽദത്തുൻ തയ്യിബ, പരിശുദ്ധമായ നാട്, പൊറുക്കാനൊരു റബ്ബ് എന്ന് പറഞ്ഞ ഒരു നാടുണ്ട് എങ്കിൽ അത് സബഅ് നിവാസികളാണ്. വലിയ ജലസേചന പദ്ധതികളുണ്ടായിരുന്ന നാട്, ജന്നത്താൻ, 2 തോട്ടങ്ങളുണ്ടായിരുന്ന നാട്, അപ്പുറയും ഇപ്പുറയും തോട്ടങ്ങൾ കൊണ്ടും വലിയ ജലസംഭരണികൾ കൊണ്ടും സമ്പന്നമായ ഒരു നാട്. ആ നാടിൻ്റെ നശീകരണത്തിൻ്റെ കാരണം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ജലസേചന പദ്ധതികളോടും പ്രകൃതിയോടുമുള്ള തകിടം മറിക്കുന്ന ആ സമൂഹത്തിൻ്റെ നിലപാടായിരുന്നു അതൊരു ഊഷരഭൂമിയായി മാറാൻ കാരണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. കേരളീയ പശ്ചാത്തലത്തിൽ നദികളില്ലാത്ത സ്ഥലം എവിടെയാണുള്ളത്? നദികൾ കൊണ്ട് സമ്പന്നമായ, ഹരിതാപമായ, പ്രകൃതി കൊണ്ട് സമ്പന്നമായ ഒരു നാട്ടിൽ നിന്ന് നമ്മൾ ഈ ചൂടിനെ നേരിടുമ്പോൾ നമ്മൾ പ്രകൃതിയോട് ചെയ്ത കയ്യേറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും കുറഞ്ഞ പക്ഷം വുളൂ ചെയ്യുന്നിടത്ത് അവിടെ പോലും വെള്ളത്തിൻ്റെ ആ ഉപയോഗത്തെക്കുറിച്ചുള്ള എൻ്റെ നിലപാടെന്താണ് എന്ന് ആലോചിക്കാനുള്ള ചെറിയ ചിന്തയെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കുണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ യഥാവിധി ഉപയോഗപ്പെടുത്താനും അതാതിൻ്റെ അളവിൽ സന്തുലിതമായി ഉപയോഗപ്പെടുത്തുവാനുമുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുള്ളവരാക്കി അല്ലാഹു നമുക്ക് കബൂലാക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.